ഹേയ് ഗൈസ്, അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ ഒരു കോഴ്സിൻ്റെ പുറകെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പം അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം അതിന് സമയമായി എന്നാണ് അതിനർത്ഥം. അപ്പം ഞാൻ പറയാൻ വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വർഷം +2 കഴിഞ്ഞവർക്ക് ഒരു വർഷം കഴിഞ്ഞ് പോകും. അതുകൊണ്ട് ഈ വർഷം പറ്റില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന +2 കഴിയാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഈ വർഷം കഴിഞ്ഞ പിള്ളേർ റിപ്പീറ്റിന് പോവുകയോ അല്ലെങ്കിൽ നീറ്റ് അങ്ങനത്തെ റിപ്പീറ്റിന് പോയിട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള പിള്ളേർക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കാതെ അതേ വീഡിയോയിലോട്ട് കിടക്കുവാണ്. അതായത് ഈ പ്രോഗ്രാമിൻ്റെ പേര് ITP പ്രോഗ്രാം എന്നാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BSc B.Ed ആണ് പഠിക്കുന്നത്. അതായത് ഡിഗ്രി വിത്ത് B.Ed ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ B.Ed കോഴ്സും എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കുറേ സെർച്ച് ചെയ്തു. അപ്പം വളരെ ഫ്യൂ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് വിശദമായിട്ട് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ അതിലോട്ട് കിടക്കാൻ പോകണം. അപ്പം ഞാൻ അതിനൊരു എക്സാം ഉണ്ട്. NCT എന്നാണ് എക്സാമിൻ്റെ പേര്. അപ്പം നമ്മൾ NCT എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഓരോ കോളേജസിൽ അപ്ലൈ ചെയ്യുക. ഈ ITP പ്രോഗ്രാം നിലവിലുള്ളത് വളരെ ഇപ്പം ഈ വർഷം കുറച്ച് കോളേജുകളിൽ മാത്രമേ ഈ ITP പ്രോഗ്രാം ഉള്ളൂ. ലേറ്റർ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ITP പ്രോഗ്രാം ഉള്ള കോളേജസ് ഏതാ, അങ്ങനത്തെ കോളേജസിലൊക്കെ നമുക്കിത് അപേക്ഷിക്കാം. അപ്പം കുറച്ച് മാർക്ക് മതി. ഈ വർഷം കോമ്പറ്റീഷൻ ഇച്ചിരി കൂടെ കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ്. അപ്പോൾ ഇനിയും കൂടുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4 വർഷം കൊണ്ട് ഡിഗ്രിയും കൂടെ B.Edഉം കൂടെ നമുക്ക് പഠിച്ചു തീരാം. നമുക്ക് B.Ed വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് അപ്ലൈ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ എക്സാം എഴുതി. ഈ വർഷം ഞാൻ എക്സാം എഴുതി. ഞാൻ റിപ്പീറ്റിന് പോയേക്കുമായിരുന്നു. അപ്പം ഇനിയും നീറ്റ് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ എനിക്ക് അറിയത്തില്ല, കിട്ടുമോയെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കി. എനിക്കിതിൽ കിട്ടി. പക്ഷേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇതുവരെ അപേക്ഷ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു കോളേജ് കിട്ടിയപ്പം ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക ചെയ്തത്. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവും എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് ഹോസ്റ്റലിലാണ് ഇനി നിൽക്കാൻ പോകുന്നത്. എനിക്ക് 29-ാം തീയതി ക്ലാസ് തുടങ്ങും. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാൻ പറ്റുവാണെങ്കിൽ പറയാം. എങ്ങനെ പറയാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് വിശദമായി എന്ത് എക്സാം എഴുതണ്ടേ, എങ്ങനെ എഴുതണ്ടേ, എപ്പോഴാണ് അപേക്ഷിക്കണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം ആൾക്കാരൊന്നും വീഡിയോസ് കാണലില്ല. അപ്പോൾ കാണാത്ത ആൾക്കാർക്ക് എന്താ പറയുക, അങ്ങനെ വേണ്ടല്ലോ. അപ്പം വേണ്ട ആൾക്കാർ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും കണ്ട ആൾക്കാരാണെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ എന്നെ ഒന്ന് കണ്ട് സഹായിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.